ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ജഡ്ജി ഹരി നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അരുന്ധതിയെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് അരുന്ധതി ഇനി മകനെ കാത്തിരിക്കേണ്ട എന്നും ഋഷി മരിച്ചു എന്നും ചന്ദ്രോത്തെ നന്ദനാണ് ഋഷിയെ കൊന്നത് എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടും ഒരു തരിമ്പ് പോലും വേദനയില്ലാതെ നിൽക്കുന്ന അരുന്ധതിയെ കണ്ടിട്ട് ഹരിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്നുണ്ട്. അതായത് ഒന്നുകിൽ ഋഷി ജീവനോടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിക്കുന്നു. ഋഷിയെ അടക്കം ചെയ്തു എന്ന് പറയുന്ന ആ കുഴിമാടം പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലെന്ന് അരുന്ധതിക്ക് നന്നായിട്ട് അറിയാം. കാരണം കുറ്റങ്ങൾ ഏറ്റുപറയുന്ന നന്ദനയും കൊണ്ട് ഏതായാലും പോലീസ് തെളിവെടുപ്പിന് പോകും. അപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. ഋഷി പിടിക്കപ്പെടാൻ പോകുന്നു, താൻ പേടിച്ചതുപോലെ എല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ആലോചിച്ച് വല്ലാത്ത ടെൻഷനാവുന്നുണ്ട് അരുന്ധതിക്ക്. അപ്പോൾ അരുന്ധതിയുടെ പേടി അവരുടെ കണ്ണുകളിൽ നിന്ന് തന്നെ ഹരിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. ഇതേസമയം ഇസബെല്ലയും കെവിനും ഒക്കെ ആകെ പരിഭ്രമത്തിലാണ്. നന്ദൻ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാൽ തെളിവെടുപ്പിന് പോകേണ്ടി വരും. അപ്പോൾ എല്ലാം പൊളിയും. ഇസബെല്ലയുടെ പാപ്പനാണെങ്കിലും ജോലി പോകും എന്നുള്ളൊരു പേടിയിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. ഇതേസമയം ഇസബെല്ല ഒരു ഐഡിയ പറയുന്നത് കേട്ട് ഐസക്ക് ആകെ അമ്പരക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ നന്ദൻ തന്നോടൊപ്പം ജയിലിലേക്ക് തന്നെ വലിച്ചഴയ്ക്കും എന്നുള്ളൊരു ഭയത്തിൽ ആകെ തകർന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ശാരിയെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയും കെവിനുണ്ട്. പ്രഭാവതിയുടെ വീട്ടിലാണെങ്കിൽ ഇതേസമയം മകനെ പോലീസിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ പൊട്ടിക്കരയാണ്. എന്നാൽ സിദ്ധാർത്ഥനാണെങ്കിൽ കാര്യങ്ങളുടെ ഗൗരവമൊക്കെ മനസ്സിലാകുന്നു. ദേവിക ഒരു MLA ആയതുകൊണ്ട് തന്നെ ഈ കേസ് ചന്ദ്രോത്ത് കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കും എന്നവർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും നന്ദൻ താൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറെടുക്കുകയാണ്. തന്നെ സഹായിച്ച സുഹൃത്തുക്കളായിട്ടുള്ള ഇസബെല്ലയെയും കെവിനെയും ഒറ്റക്കെടുക്കാൻ നന്ദൻ ഇപ്പോഴും തയ്യാറല്ല എന്ന് തന്നെയാണ് കേട്ടോ നന്ദൻ പറയുന്നത്. അങ്ങനെ നന്ദനാണെങ്കിൽ തനിക്ക് ലഭിക്കാവുന്ന ശിക്ഷ അതെന്ത് തന്നെയായാലും ഏറ്റുവാങ്ങാൻ തന്നെ തയ്യാറെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരാൻ പോകുന്നത്. ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ഹരി ഏതായാലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അരുന്ധതിക്കാണെങ്കിലും വല്ലാത്ത പേടി തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും അരുന്ധതിയോ ഋഷിയോ ചിന്തിച്ചിട്ടില്ല. അരുന്ധതി അവിടെ ചെന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രോത്തുകാരും ഒന്ന് അടങ്ങും, അങ്ങനെയൊക്കെയാണ് ഋഷിയും അരുന്ധതിയും കണക്ക് കൂട്ടിയത്. പക്ഷേ അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ നിയമപരമായിട്ട് നന്ദനെ തെളിവെടുപ്പിനായിട്ട് ആ ഒരു ഋഷിയെ കുഴിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങളുടെയും രഹസ്യങ്ങൾ പുറത്തു വരാനായിട്ട് പോകുന്നത്. ഋഷി മരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നന്ദനാണെങ്കിൽ ഋഷിയെ കൊന്നിട്ടില്ല. അപ്പോൾ ഋഷി എവിടെ എന്നുള്ളൊരു ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവും. അപ്പോൾ എന്തായാലും ഋഷിക്ക് ഇനി ഒരുപാട് കാലമൊന്നും മറിഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല. അയാൾക്ക് മറന്നീക്കി പുറത്തു വന്നേ മതിയാകൂ. എല്ലാ പകയും പ്രതികാരവും അവസാനിപ്പിച്ച് ഋഷിക്ക് എല്ലാവരുടെയും മുന്നിൽ ഹാജരാകേണ്ടി വരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്